ഇപ്പൊ ഈ ചെറുനാരങ്ങ എത്ര കാശാ കിലോ? ഹോൾസെയില് 180, ചില്ലറ 200 വേണം. 200 രൂപ കിലോ. അപ്പൊ ഒരു നാരങ്ങക്ക് 8 രൂപയ്ക്ക് മേലെ ഉണ്ട്. 160 ഹോൾസെയിൽ വില തന്നെ. ഇതെന്താ എത്ര കാശ് കൊടുക്കാൻ? അത് ഇവിടെ ഒരാളുള്ളൂ, ആളാണ് ഇവിടത്തെ നിയന്ത്രിക്കണ ആള്. ശരി. ചാലക്കുടില്. അപ്പൊ ഈ കാശ് ഇങ്ങനെ അടിക്കടിക്ക് ഇനിയും കൂടോ? ഇല്ല, അത് പറയാൻ പറ്റില്ല. ആളാണ് ഇവിടെ നിശ്ചയിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി വിഷു. മലയാളികൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന, ഓണം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും വിളവെടുപ്പിൻ്റെയും മഹോത്സവമായ വിഷു അതാഗതമായ ആശംസകൾ. എല്ലാവരും മാർക്കറ്റിൽ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സാധനങ്ങളും, കണിയൊരുക്കുന്നതിനുള്ള സാധനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഓട്ടത്തിലാണ്. ഞാൻ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ചാലക്കുടി മാർക്കറ്റിലൂടെ അങ്ങനെ പോകുന്ന സമയത്താണ് അതാ നിൽക്കുന്നു നമ്മുടെ സായുക്ക. നോക്കിക്കഴിയുമ്പോൾ അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ഒരാൾ ചെറുനാരങ്ങ എന്ന് പറഞ്ഞ വഴി തന്നെ ഒന്നും നോക്കണില്ല, ചെറുനാരങ്ങ എടുക്കുന്നു, പൊതിയുന്നു. സംഗതി പെട്ടെന്ന് അദ്ദേഹത്തിന്റെ വായിൽ നിന്നും അടർന്നു വീണ ആ വില കേട്ടപ്പോഴാണ് ആപാത പീഠം മൊത്തത്തിൽ ഒന്ന് എനിക്ക് കോരിത്തെരിച്ചത്. 200 രൂപയാണ് ചെറുനാരങ്ങ ചെറുകിട കച്ചവടക്കാർ ഈടാക്കുന്നത്. 1 കിലോ ചെറുനാരങ്ങയ്ക്ക് 200 രൂപ. ഹോൾസെയിലായിട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 150 രൂപയാണ്. അപ്പോൾ വിഷു വിപണിയിലെ സൂപ്പർ സ്റ്റാർ താരം എന്ന് പറയുന്നത് ചെറുനാരങ്ങയാണ്. സിട്രിക് ആസിഡ് ഏറ്റവും കൂടുതലുള്ള സംഭവം ഈ ചെറുനാരങ്ങ എന്ന് പറഞ്ഞ മലയാളികൾക്ക് അങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് തള്ളി കളയാൻ പറ്റില്ല. ഈ ചൂടത്ത് നല്ല മനോഹരമായിട്ടുള്ള ഗ്ലാസ്സിൽ ഒരു അല്ലി ചെറുനാരങ്ങ അങ്ങോട്ട് പിഴിഞ്ഞ് കുറച്ച് ഉപ്പിട്ട് കുറച്ച് ഇഞ്ചി ഇട്ട് ഒരു സോഡയും കൂടി കേട്ട് നിന്ന് അടിച്ച് കഴിക്കാൻ്റെ സുഖം അതൊരു സുഖം തന്നെയാണ്. പക്ഷേ കീശയിൽ പഴയ 15 രൂപയും 20 രൂപയും കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഇപ്പം തന്നെ 25 രൂപയും 30 രൂപയും 40 രൂപയും 50 രൂപ വരെ സോഡാ സർവത്തിനും ഉപ്പ് സോഡയ്ക്കും ഒക്കെ ഈടാക്കുന്ന കച്ചവടക്കാർ നമ്മുടെ ചാലക്കുടിയിലും അതുപോലെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം കൂടി ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതുമാത്രമല്ല, ചെറുനാരങ്ങ ഉപയോഗിച്ച് ചെയ്യുന്ന സാധനങ്ങൾക്കൊക്കെ ഒരു ചെറുനാരങ്ങയ്ക്ക് ഈ വില വെച്ച് നോക്കുമ്പോൾ 8 രൂപയിൽ മേലെ പൈസ വരുന്നുണ്ട്. ചാലക്കുടിയിൽ ആകെ ഒരു ഹോൾസെയിൽ ഡീലറാണുള്ളത്. അവിടെ 150 രൂപയാണ്. അവിടെ നിന്ന് ഇങ്ങനെ ചെറുകിട കച്ചവടക്കാരിലേക്ക് എത്തുമ്പോൾ അത് 200 രൂപയാവുന്നു. ഇനിയും കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് ഈ ചെറുനാരങ്ങ വരുന്നത്. പക്ഷേ ചെറുനാരങ്ങയ്ക്ക് വലിയ ഡിമാൻഡാണ്. ഉഷ്ണം ഇങ്ങനെ കൂടി 37, 38, 39 എത്തുന്നതും ഒരു കാരണമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വരവ് നിലച്ചതും വില വർദ്ധിക്കാനായിട്ടുള്ള കാരണമാണ്. എന്തൊക്കെ പറഞ്ഞാലും ചെറുനാരങ്ങ മാറ്റിയിട്ടുള്ള ഒരു കളി, ഒരു സംഭവം മലയാളികൾക്കില്ല. ടച്ചിങ്സിനായാലും ടച്ചിങ്സ് അല്ലാത്തതിനായാലും എല്ലാത്തിനും ചെറുനാരങ്ങ വേണം. അച്ചാറിനായിരുന്നാലും ചെറുനാരങ്ങ മാറ്റി നിർത്തിക്കൊണ്ടുള്ള പരിപാടി ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ ചെറുനാരങ്ങ എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ സാധനമല്ല, മുന്തിയ സാധനമാണ്. തല ഉയർത്തി പിടിച്ചിട്ടാണ് വിപണിയിൽ നിൽക്കുന്നത്. ഒരൊറ്റ നോട്ടം ഒരു സംഭവമൊന്നുമില്ല. ചെറുനാരങ്ങ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ തല ഉയർത്തി പിടിച്ച് നിൽക്കുകയാണ്. കാരണം അതിന്റെ വില 200 രൂപയാണ്. ഇനിയും കൂടാനായിട്ട് സാധ്യതയുണ്ട് എന്നാണ് വിപണിയിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും നമ്മുടെ സായുക്ക സംഭവം വേഗം കിടുകിടുന്ന് പൊതിഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം ഇത് വില കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഇട്ടുകൊണ്ട് പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് കൊടുക്കുന്നുണ്ട്. എനിക്കും വേണമെങ്കിൽ എടുത്തോളാൻ പറഞ്ഞു. പക്ഷേ 200 രൂപയ്ക്ക് 1 കിലോ വാങ്ങിക്കണോ എന്നുള്ള ധാരണയിൽ അടുത്തുള്ള കടയിൽ പോയിട്ട് ഒരു ഉപ്പ് സോഡ കഴിക്കാം എന്നുള്ള ധാരണയിൽ ഞാൻ പരിപാടി അവസാനിപ്പിച്ചേക്കാണ്. നിങ്ങൾക്കും ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ഇടുക. ചെറുനാരങ്ങ ചെറിയ സംഭവമല്ല, മുന്തിയ സംഗതിയാണ്. കിലോ 200 രൂപ എത്തി നിൽക്കുന്നു. ഇനിയും കൂടാൻ സാധ്യതയുണ്ട്. ഉപ്പ് സോഡ, സോഡാ സർവത്ത് മുതലായ സാധനങ്ങൾക്കും കാശ് കൂടാൻ സാധ്യതയുണ്ട്. നന്ദി, നമസ്കാരം.